പക്ഷേ പത്മകുമാർ പിണറായി വിജയൻ്റെ നെഞ്ചിലിട്ടൊരു വലിയ വെട്ടി പൊട്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ സ്ത്രീ പ്രവേശനം ശബരിമലയിലെ അതൊരു രഹസ്യ നീക്കമായിരുന്നു. ആ രഹസ്യ നീക്കം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ADGP എസ് ശ്രീജിത്തിനെയും ഈ പത്മകുമാറിനെയൊക്കെ മാറ്റിയതിന് ശേഷമാണ് പോലീസ് സംരക്ഷണത്തിൽ ഒരു നീക്കം നടത്തിയെന്നുള്ളതാണ്. മറ്റു പല കാര്യങ്ങളും വരും ദിവസങ്ങളിൽ പറയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു ഘട്ടത്തിൽ നമ്മളെ ചോദിക്കേണ്ടത് എന്തിനായിരുന്നു ഇത്തരത്തിലുള്ളൊരു രഹസ്യ നീക്കത്തിലൂടെ സ്ത്രീകളെ അവിടെ എത്തിക്കാൻ ശ്രമിച്ചത്? ഇത് എന്തിൻ്റെ ഭാഗമാണ്? BJPയെ സഹായിക്കാനാണ്? വളരെ ലളിതമായിട്ട് ഉള്ള ഉത്തരം ഇതാണല്ലോ. സുപ്രീം കോടതി യുവതി പ്രവേശം അനുവദിച്ചു. അപ്പോൾ സുപ്രീം കോടതിക്ക് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ജോലി സുപ്രീം കോടതി വിധി നടപ്പാക്കലാണ്. അങ്ങനെ വിധി നടപ്പാക്കി. അങ്ങനെ വിധി നടപ്പാക്കാൻ വേണ്ടി അതിസാഹസികമായിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തി. അങ്ങനെയാണ് പത്മകുമാറിനെ തിരുവനന്തപുരത്തേക്കും ശ്രീജിത്തിനെ വേറെ എന്തോ ജോലികൾക്കൊക്കെ ആയിട്ട് പറഞ്ഞയച്ച് അവിടുത്തെ വിശ്വാസികളായ ഇവർ രണ്ടുപേരും മാത്രമുള്ളതെന്നാണല്ല പത്മകുമാർ ഇപ്പോൾ പറയണം. ബാക്കിയുള്ളവരൊക്കെ അവിശ്വാസികളാണ് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾ. അവരുടെയൊക്കെ നേതൃത്വത്തിൽ സ്ത്രീ പ്രവേശനം സാക്ഷാത്കരിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും അതിൻ്റെ ഫലങ്ങളും എന്താണ് എന്ന് പരിശോധിക്കുന്നത് കുറച്ച് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. CPMൻ്റെ ഒരു രാഷ്ട്രീയം അവിടെ കൃത്യമായിട്ട് പ്രാവർത്തികമാക്കാൻ വേണ്ടി നടന്നതിൻ്റെ ഭാഗമാണ് വനിതാ മതിൽ എന്ന് പറയുന്ന പ്രതിഭാസം കേരളത്തിലുടനീളം ഉയർന്നു വന്നത്. ആ വനിതാ മതിൽ എന്ന് പറയുന്നത് കേരളത്തിലെ വിപ്ലവകാരികളായിട്ടുള്ള ആളുകളുടെ മനസ്സിനകത്തുള്ള പുരോഗമന ചിന്ത, ആ പുരോഗമന ചിന്തയുടെ അടിസ്ഥാനത്തിൽ അവരൊരു കാര്യം സാക്ഷാത്കരിക്കാനാണ് ശ്രമിച്ചുള്ളൂ. എന്താണത്? സ്ത്രീ പുരുഷ സമത്വം. കേരളത്തിലെ ഏതാണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് പുരുഷന്മാർക്കൊപ്പം പ്രവേശിക്കാം. അത് പ്രവേശിക്കാത്തൊരു സ്ഥലം ഇവിടെ മാത്രമാണ്. അതുകൊണ്ട് അവിടെയും ആകാം. ഇത് പറച്ചിലും തത്വത്തിലൊക്കെ നല്ലതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അതൊക്കെ പരിശോധിച്ചിരുന്നെങ്കിൽ ഈ സർക്കാർ ഈ സാഹസത്തിന് മുതിരില്ലായിരുന്നു എന്നാണ് ഞാൻ കണക്ക്. അല്ല, ഇങ്ങനെ ഒരു നടപടി കൊണ്ട് രാഷ്ട്രീയപരമായി ആർക്കാണ് അത് ഗുണം ചെയ്തത് എന്നുള്ളതാണല്ലോ. അത് BJPക്കാണല്ലോ ഗുണം ചെയ്തത്. അല്ല, അപ്പം BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ പിണറായി വിജയൻ അത് ചെയ്തത്? അത് ഇങ്ങനെ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് എതിരഭിപ്രായം വരും. ആ എതിരഭിപ്രായം വരുമ്പോൾ അത് ഗുണമാക്കി തീർക്കാൻ മറ്റു പലരും ഉണ്ട് എന്ന് പിണറായി വിജയൻ അറിയില്ലേ? അല്ല, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടുള്ള സമീപനം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. ഈ വനിതാ മതിൽ എന്ന് പറയുന്നത് എത്ര എളുപ്പത്തിലാണ് നിർമ്മിക്കപ്പെട്ടത്. അതിൻ്റെ പിന്നിലുള്ള പിന്തുണ എന്ന് പറയാൻ എത്ര വലുതായിരുന്നു. സർക്കാരെടുത്ത നിലപാടിൻ്റെ ഒപ്പം നിൽക്കാനായിട്ട് ഒരുപാട് പേർ കേരളത്തിലുണ്ടായിരുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ, ഇടതുപക്ഷ രാഷ്ട്രീയമുള്ളവരൊക്കെ അതിനൊപ്പം നിൽക്കുകയാണ് ഇത്. അതിൻ്റെ പേരിൽ ഭരണം പോണെങ്കിൽ പോട്ടെ എന്ന് പറയാൻ വരെ അന്ന് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഭരണം നഷ്ടപ്പെട്ടതെന്ന് ഞാൻ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ല. ഭരണം നഷ്ടപ്പെട്ടതിന് കാരണം എന്ന് വെച്ചാൽ ആ നിലപാട് അവർ കാലുമടക്കി അടിച്ച് തെറിപ്പിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ഭരണം നഷ്ടപ്പെടുന്നത്. നിലപാടത്തില്ലാത്ത ഒരു പാർട്ടിയായിട്ട് CPM മാറിത്തരുന്നൊരു കാഴ്ചയാണ് പിന്നീട് കണ്ടത്. എന്നാൽ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതിന് മുമ്പ് എന്ത് വേണം? ഇതിൻ്റെ എല്ലാവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പരിശോധിക്കണമായിരുന്നു. ആർക്കാണത് ഗുണം ചെയ്യുന്നത് എന്നുള്ള പരിശോധിക്കണമായിരുന്നു. ആ പരിശോധനകൾ ഉണ്ടായില്ല. അതാണ് പ്രശ്നം. അവിടെ ഒരു കാര്യത്തിൽ മാത്രമേ അവർ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. എന്ത് വില കൊടുത്ത് എന്ത് ചെയ്യും? സ്ത്രീയെ അവിടെ എത്തിക്കും. അങ്ങനെ എത്തിച്ചു. മന്ത്രിമാർക്കെതിരെയൊക്കെ വളരെ മോശം രീതിയിലുള്ള പരാമർശങ്ങളാണ് നടത്തിയത്. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്തൊരു ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം. അങ്ങനെ ചെയ്യാം. കാരണം വെച്ചാൽ ഒന്ന്, ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചാൽ പോലും അവർക്കവിടെ സന്ദർശനം നടത്താനായിട്ട് പറ്റില്ല എന്ന് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. കാരണം അത്രമാത്രം തിരക്കാണ്, അത്രമാത്രം പുരുഷന്മാരാണ് അവിടെ വരുന്നത്. അതിനിടയിലൂടെ സ്ത്രീകൾ തൃശ്ശൂർ പൂരത്തിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള, തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റം കാണാൻ പോലും വേണ്ട രീതിയിൽ സ്ത്രീകൾ എത്തുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ തിരക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അസഹനീയമാണ് ശരിക്കും. മറ്റ് ഭാഷകളൊന്നും ഞാൻ അതിനകത്ത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ അവർക്ക് പോകാൻ പറ്റില്ല, ഇവിടെയും അവർക്ക് പോകാൻ പറ്റില്ലായിരുന്നു. മാത്രമല്ല ഇവിടെ അവർ കയറിയതിൻ്റെ ഫലമായിട്ട് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന സാക്ഷാത്കരിക്കപ്പെടുക ഇല്ലല്ലോ. ഇത് എന്തിനാണ് അതിന് വാശി പിടിക്കുന്നത്? അല്ല, ഒരു പറ്റം CPM അനുഭാവികളെ, വിശ്വാസികളായിട്ടുള്ള CPM അനുഭാവികളെ
BJP-യിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു കുടിലതന്ത്രം ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ടാവില്ലേ? നമ്മൾ പുറമേ പല സഖാക്കളും വിചാരിക്കുന്നത് ഇതെന്തോ പുരോഗമനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടാണ്, പക്ഷെ ഉള്ളിലുള്ള യഥാർത്ഥ തന്ത്രം എന്തായിരുന്നു എന്നുള്ളതാണ്. അതിന് ആരാണ് ഇപ്പോൾ ചൂട്ടുപിടിച്ചിട്ടുണ്ടാവുക? CPM-നകത്ത് തന്നെ ചാരന്മാരുണ്ടാവണ്ടേ? CPM-നെ പൊളിക്കുന്നതിനുള്ള ചാരന്മാർ CPM-നകത്തുണ്ടെങ്കിൽ മാത്രമല്ലേ CPM-നെ കൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാകാം. BJP-യോ RSS ഒക്കെ അതിൻ്റെ അകത്തേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടാകും. അല്ല, അടച്ചിട്ട വാതിലിൽ സംഭാഷണമൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. അടച്ചിട്ട് വാതിൽ സംഭാഷണം നടത്തിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയാൻ പാടില്ല. എന്തായാലും രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് രാഷ്ട്രീയമാണ് നമ്മുടെ ഉള്ളിലുണ്ടാകും. അപ്പോൾ നമ്മൾ ആ രാഷ്ട്രീയത്തിൻ്റെ പല വശങ്ങളെക്കുറിച്ചും ചിന്തിച്ചിട്ടായിരിക്കും നമ്മുടെ ഓരോ മൂവ്മെൻറ്റ് നമ്മൾ നടത്തണം. 2 ഗുണങ്ങളാണ് ഈ ആചാരലംഘനം എന്ന് പറയുന്ന ഒറ്റ സംഗതി കൊണ്ട് BJP-ക്ക് ലഭിച്ചിരിക്കുന്നത്. ശബരിമല ആചാരലംഘനം കൊണ്ട് BJP-യുടെ ഒരു ഗ്രോത്ത് വളരെ രീതിയിൽ കേരളത്തിൽ കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ തൃശ്ശൂർ പൂരം കലക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെ അത് സുരേഷ് ഗോപിക്ക് ഗുണവുമായിട്ടുണ്ട്. അല്ല, ഇതിൽ ഒരു കാര്യം നമുക്ക് എടുക്കാം. ആചാരലംഘനം, ബേസിക്കലി ആചാരങ്ങൾ ലംഘിക്കപ്പെടണം. ആചാരങ്ങൾ പഴയതുപോലെ കൊണ്ടുനടക്കണം എന്ന് പറഞ്ഞാൽ ഈ നായർ സ്ത്രീകളുടെയൊക്കെ ജീവിതം എന്തൊരു ദുരന്തപൂരിതമാകുമായിരുന്നു ശരിക്കും പറഞ്ഞു ആ ആചാരങ്ങൾ കൊണ്ടുനടന്നിരുന്നെങ്കിൽ. അങ്ങനെ പഴയ കാലത്തുണ്ടായിരുന്ന പല ആചാരങ്ങൾ, ഇപ്പോൾ സദ്യ മുതൽ ഹിന്ദു ആചാരങ്ങൾ എന്ന് പറഞ്ഞ് ലംഘിക്കപ്പെട്ടതിന് ശേഷമാണല്ലോ യഥാർത്ഥത്തിൽ ഹിന്ദു സമൂഹത്തിനകത്ത് തന്നെ പുരോഗതിയുണ്ട്. അപ്പോൾ ലംഘിക്കേണ്ട ആചാരങ്ങളിലേക്ക് ലംഘിക്കണം. ആചാരലംഘനം എന്ന് പറയുന്നത് പുരോഗതിയുടെ അനിവാര്യമായ ഘടകമാണ്. തെറ്റായിട്ടുള്ള ആചാരങ്ങളാണ് എങ്കിൽ അത് ലംഘിച്ചേ പറ്റൂ. അതാണ് ഒരു മനുഷ്യത്വ നിലപാടെന്ന്. ആ നിലപാട് CPM എടുത്തു കഴിഞ്ഞാൽ CPM-ന് നഷ്ടം സംഭവിക്കില്ല. ആ നിലപാടല്ല ഇവിടെ സംഭവിക്കുന്നത്. വോട്ട് ബാങ്ക് നോക്കി നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ നിലപാടുകളെല്ലാം തരിപ്പണാകും. എന്ത് നിലപാടാണ് ഇപ്പോൾ CPM-നുള്ളത്? ഉണ്ടായിരുന്ന എല്ലാ നിലപാടുകളും പല ഘട്ടങ്ങളിലായിട്ട് എന്ത് ചെയ്തവന്മാരെ ഇടിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണമായി കളഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ കൂടെ നടന്നു, മതൻ്റെ കൂടെ നടന്നു, SDP-യുടെ കൂടെ നടന്നു, അല്ലേ? അതുപോലെ തന്നെ മൃദു ഹിന്ദുത്വം, RS. എന്താണ് ഇവർ പുലുകാത്തതെന്ന് ഞാൻ ചോദിക്കുന്നത്? എല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വോട്ട് നേടാൻ വേണ്ടിയിട്ടാണ്. വോട്ട് നേടാൻ വേണ്ടി എന്ത് ചെയ്താലും വോട്ട് കിട്ടാത്ത അവസ്ഥയിൽ എത്തിച്ചേരും എന്നുള്ളത് CPM ഇപ്പോൾ തിരിഞ്ഞറിഞ്ഞു. CPM-ന് ഒരു നിലപാടുണ്ട്. CPM-ൻ്റെ പൊളിറ്റിക്സ്, ഇടതുപക്ഷ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് അവർ മാർക്കറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഒരു ഘട്ടത്തിൽ ജമാഅത്തിയുടെ കൂടെ പോലും, അതെ, ജമാഅത്തിയുടെ കൂടെ കൂടിയിരുന്നു. അതൊക്കെ ജമാഅത്ത് പൊളിച്ചിടക്കുകയാണ്. ജമാഅത്തിനെ എതിർക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഇവര്. എന്നിട്ടിപ്പോൾ സതീശനെ ചെയ്ത് വിളിക്കുക. അപ്പോൾ ഇതാണ് പ്രശ്നം. നിലപാട് നഷ്ടപ്പെടുത്തിയതിൻ്റെ എല്ലാ ദുരന്തവും CPM ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്തും ഇവർ തെറ്റിച്ച നിലപാടുകളാണെന്ത് ചെയ്യുന്ന കോൺഗ്രസ് പറഞ്ഞുകൊണ്ട് ഇവർക്ക് കൃത്യമായിട്ടൊരു നിലപാട് ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് അത് മുന്നോട്ട് വെക്കാനോ ഇവരെ വെല്ലുവിളിക്കാനോ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ്സിനല്ല ആർക്കും. അപ്പം നിലപാട് നഷ്ടപ്പെടുത്തുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ കാൽക്കീഴിലുള്ള മണ്ണ് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ മുരാരി ബാബുവിൻ്റെ മരണമുണ്ടല്ലോ, അതിൽ പോലും ചില അസ്വാഭാവികതകൾ ഇപ്പം പലരും സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് പല രീതിയിലുള്ള രഹസ്യങ്ങളും അറിയാമായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു കൊലപാതകമായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലും ആരോപണം അല്ലെങ്കിൽ സംശയം ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കാമല്ലോ. വിശ്വാസികൾ പറയുന്നത് അയ്യപ്പനെ തൊട്ട് കളിച്ചതിൻ്റെ ഫലമായിട്ട് അയ്യപ്പൻ കൊടുത്ത പണിയാണെന്നുള്ള വിശ്വാസികൾ പറയണം, അല്ലേ? അങ്ങനെ പറയുന്നവരുണ്ട്. വിശ്വാസികൾക്ക് അങ്ങനെ പറയാം. അതുകൊണ്ട് ആർക്കും എന്തും സംസാരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിലൊന്നും കഥയുള്ള കാര്യങ്ങളല്ല. കാരണം അത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സംഭാഷണങ്ങൾ മാത്രമാണ്. ഇപ്പോൾ A. പത്മകുമാർ പറയുന്നത് പല രഹസ്യങ്ങളും അദ്ദേഹം വിളിച്ചു പറയും എന്നാണ് പറയുന്നത്. രഹസ്യങ്ങൾ വിളിച്ചു പറയട്ടെ, അത് സമൂഹത്തിന് നല്ലതല്ലേ? പത്മകുമാർ എന്തിനാണ് വിളിപ്പിച്ച് വെച്ചിട്ടിരിക്കണേ? അത് പറയേ, ഇപ്പം അടുത്ത ദിവസം പറയും എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതിരുന്നത് തെറ്റായിരുന്നു എന്ന് പാർട്ടിക്കാർ വിശ്വസിക്കുകയും അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നു. അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെ എങ്ങാൻ പാർട്ടിയെ പുറത്താക്കുകയും എനിക്കെതിരെ കടുത്ത നിലപാടെടുക്കുകയും ചെയ്താൽ ഞാൻ ചിലതെല്ലാം വിളിച്ചു പറയും. പറഞ്ഞാൽ ആ വിളിച്ചു പറയുന്ന കൂട്ടത്തിൽ ഇവരൊക്കെ ഒഴുകിപ്പോകുമെന്ന് പറയണം. ഒഴുകിപ്പോണെങ്കിൽ പോട്ടെ. അങ്ങനത്തെ അവസ്ഥയിലേക്ക് എന്തായാലും CPM എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെയുള്ള നടപടി എന്ന് പറയുന്നത്
നാളെ നടക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയാനുള്ള കാര്യങ്ങൾ പറയും, നമ്മളൊക്കെ കേൾക്കും, അത്രേ ഉള്ളൂ. അല്ല, ഈ ഇതെന്തായാലും അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ചു, ഇത് രഹസ്യ നീക്കത്തിലൂടെയാണ് സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചത് എന്നുള്ളത്. എന്തിനാണ് ഈ രഹസ്യ നീക്കം നടത്തിയത്, ആരെ സഹായിക്കാനാണ് എന്നുള്ളതാണ് അപ്പോൾ അവിടെ ബലപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എവിടെ നിന്ന് രചിക്കപ്പെട്ട ഒരു തിരക്കഥയുടെ ഭാഗമായിരുന്നു അത്? രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. ഒന്ന്, ഈ സർക്കാർ ഏത് RSS തടഞ്ഞാലും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയിരിക്കും. ആ നിലപാട് എടുക്കുകയും ആ നിലപാട് നടപ്പിലാക്കുകയും ചെയ്തു. അവിടെ നിൽക്കണമായിരുന്നത്, അവരവിടെ നിന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് പറഞ്ഞത്? അവർ താഴെ കുരുണ്ടു വിടുകയും അവിടെയാണ് അവർ പൊളിഞ്ഞു പോയത്. മറ്റേത് നല്ല കാര്യമാണ്, അങ്ങനെ തീരുമാനിച്ചു, നടപ്പിലാക്കി. സുപ്രീം കോടതി വിധി വന്ന സമയത്ത് RSS എന്ത് ചെയ്ത്? RSSൻ്റെ പത്രം എന്ത് ചെയ്ത്? സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞത് അല്ലേ? RSSൻ്റെ നിലപാട് അതായിരുന്നു, സ്ത്രീകളെ ശബരിമലയിൽ കയറ്റണമെന്നായിരുന്നു. ഇവിടുത്തെ RSS പറഞ്ഞ് ഇതിവിടെ പറ്റില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടുത്തെ RSS പറഞ്ഞ് എങ്കിൽ ശരി, നിങ്ങൾ പറഞ്ഞ നടപ്പായിക്കോളാൻ പറഞ്ഞു. എന്ത് നിലപാട് ഇവർക്കൊക്കെ ഉള്ളത്? അല്ല മാഷെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആചാരങ്ങൾ, മാറ്റപ്പെടേണ്ട ആചാരങ്ങൾ തീർച്ചയായിട്ടും കാലത്തിനനുസരിച്ചിട്ട് മാറ്റപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ യുവതികളെ, സ്ത്രീകളെ അവിടെ കയറ്റുക എന്ന് പറയാതെ ഒരു അത്രയും വലിയ അനിവാര്യതയാണോ? ഇല്ല, ഒന്നുമല്ലത്. അതങ്ങനെ പറഞ്ഞാൽ സുപ്രീം കോടതി വിധിയാണ് ശരി. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ നടന്ന് ഇതിനെയൊക്കെ ഇങ്ങനെ കയറ്റാനൊക്കെ നടന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് കയറ്റാനില്ല എന്നൊക്കെ ഉള്ള കാര്യം കേരള സമൂഹത്തോട് തുറന്നു പറഞ്ഞാൽ പോരെ. ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഇതാണ്, CPMൻ്റെ നിലപാട് ഇതാണ്. അതായത് എല്ലാ ക്ഷേത്രങ്ങളിലും പുരുഷന്മാർ കയറുന്നത് പോലെ തന്നെ സ്ത്രീകൾക്കും കയറാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകലാണ് നല്ലത്. അതാണ് സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ള കാര്യം. ഇതാണ് ഗവൺമെൻറ് നിലപാട്, ഇതാണ് CPMൻ്റെ നിലപാട്. പക്ഷേ അവിടെ സ്ത്രീകളെ കയറ്റാൻ നടന്നാൽ ഇന്ന ശല്യങ്ങളുണ്ടാകും, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അതിന് പോകുന്നില്ലേ, ഞങ്ങൾക്ക് സൗകര്യമില്ല, സുപ്രീം കോടതി നേരിട്ട് ഒന്ന് കയറ്റിക്കോ എന്ന് പറഞ്ഞാൽ തീരുന്നില്ലേ, പ്രശ്നം തീർന്നില്ലേ? അതിനൊക്കെയുള്ള മൂള തലക്കകത്ത് ഇവന്മാർക്ക് ഇല്ലാത്തതിൻ്റെ ഫലമായിട്ട് ആണ് ഇവർ തലകുത്തി ഇങ്ങനെ വീണ് കിടക്കുന്നത്.